വളരെ വ്യക്തമായിട്ട് ധനകാര്യമന്ത്രി പറഞ്ഞു 2004 മുതൽ 14 വരെ കോൺഗ്രസ് ഭരിച്ചിരുന്ന UPA ഭരിച്ചിരുന്ന കാലഘട്ടം, ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ കിട്ടിയതിന്റെ എത്രയോ ഇരട്ടി തുക 2014 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ശ്രീമാൻ എളമരം കരീമും ശ്രീ ജോൺ ബ്രിട്ടാസും അടക്കമുള്ള ആൾക്കാർക്ക് ഒരു മറുപടിയും ഇന്നലെ പറയാനില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത്. ഇപ്പൊ ധനകാര്യമന്ത്രി പറഞ്ഞതിനെ നിഷേധിക്കാനോ വസ്തുതകൾ മുന്നോട്ട് വെക്കാനോ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നെങ്കിലും പറയാനോ മുതിരാതിരുന്ന ആളുകൾ വിജയ് ചൗക്കിൽ വന്നിട്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് വീണ്ടും കള്ളപ്രചരണം നടത്താൻ ശ്രമിക്കുന്നത് ശുദ്ധമായ ഭാഷയിൽ, വളരെ മിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ, അമ്മയോട് തോറ്റതിന്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ MP-മാർക്ക് ഈ കാര്യത്തിൽ വസ്തുതകൾ ഇന്നലെ ധനകാര്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ സഭയുടെ മേശപ്പുറത്ത് അവർക്ക് സ്വയം വെക്കാം. അതല്ലാതെ ജന്തർ മന്ദറിലും വിജയ് ചൗക്കിലുമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കള്ളപ്രചരണം നടത്തുന്ന പതിവ് പരിപാടി എഴുന്നേറ്റ് ചോദിച്ചത് നിങ്ങൾ നോക്ക്, അത് സഭയുടെ നടപടികൾ പരിശോധിച്ചാൽ അറിയാലോ. സഭയുടെ നടപടികൾ എല്ലാ MP-മാർക്കും, CPM-ന് സമയമുണ്ടല്ലോ, ആ സമയത്തിന് അവരെന്തുകൊണ്ട് ഉപയോഗിച്ചല്ലേ ഈ കാര്യം പറയാൻ? CPM-ന് എല്ലാ പാർട്ടിക്കും സമയം അനുവദിക്കും. സമയം അനുവദിക്കാത്ത പ്രശ്നം ഒരിക്കലും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവില്ല. ഇതൊക്കെ നിങ്ങളോട് പറയാന്നല്ലാതെ, നിങ്ങളോട് പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാം, പക്ഷെ നിങ്ങളിലൂടെ ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് എത്ര കൊടുത്തു എന്നുള്ള കണക്കുണ്ടല്ലോ. 2004 മുതൽ 14 വരെയുള്ള കണക്ക് അവര്. അപ്പൊ അതിനർത്ഥം ഇന്നലെ പറഞ്ഞത് വസ്തുതയാണെന്നാണ്. സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല. ഇന്നലെ ധനകാര്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രി പറഞ്ഞ കണക്ക് ശരിയാണോ അല്ലയോ? കണക്ക് ശരിയാണ്. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി? 4 ഇരട്ടി കിട്ടി. നിങ്ങൾ വായിച്ചു നോക്ക്, ധനകാര്യമന്ത്രിയുടെ കണക്കുണ്ടല്ലോ. ഞാൻ 57,000-ന്റെ കണക്ക് എന്താ പറയാത്തത്? ഇവിടെ ജന്തർ മന്ദറിൽ മൈക്ക് കെട്ടിയിട്ട് 57,000 പറഞ്ഞാൽ പോരാ, സഭയിൽ പറയണം. നിവേദനത്തിൽ എളമരം കരീം നേരിട്ട് കൊടുത്ത നിവേദനത്തിൽ 57,000-ന്റെ കണക്കില്ല. അപ്പൊ ഈ തുടർച്ചയായിട്ട് ജനങ്ങളെ ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങൾ അത് ബോധ്യമാകുന്നതാണ്. 750 കോടിയുടെ കണക്കിന്റെ വിശദീകരണം എന്താ ബാലഗോപാൽ പറയാത്തത്? UGC ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കിട്ടാനുണ്ട് എന്ന് പറയുന്ന ഈ UGC പുതുക്കിയ നിരക്കിനനുസരിച്ചിട്ട് പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് 10 ചോദ്യം ഞാൻ ചോദിച്ചതിന് ഒരെണ്ണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ? അവർക്ക് ഉത്തരവില്ല. പകരം ഇവിടെ എന്നിട്ട് പുതിയ ചില കാര്യങ്ങൾ പറയുകയാണ്, അത്രേ ഉള്ളൂ. ധനകാര്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ, വാസ്തവത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ബാലഗോപാല. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരും മിണ്ടാതിരിക്കുന്നത്. ഈ പച്ചക്കള്ളം പറയൽ ഇനിയെങ്കിലും അവസാനിപ്പിക്കാം.